നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് മോളിക്കുലാർ ടാക്സോണമി. മോളിക്കുലാർ ടാക്സോണമി പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിലുള്ള മോളിക്യൂൾസിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ മോളിക്കുലാർ ടാക്സോണമി എന്ന് പറയുന്നത്. ഓർഗാനിസത്തിൻ്റെ ബോഡിയിനകത്തുള്ള മോളിക്യൂൾസിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് മോളിക്യൂൾസ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ആൻ ഓർഗാനിസം, അതിനെയാണ് നമ്മൾ മോളിക്കുലാർ ടാക്സോണമി എന്ന് പറയുന്നത്. ഈ ഡാറ്റാസ് നമ്മൾ, അതായത് ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയുടെ ഉള്ളിലുള്ള മോളിക്യൂൾസിൻ്റെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസിനെ നമ്മൾ എവല്യൂഷണറി റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ കൂടെ യൂസ് ചെയ്യും. എവല്യൂഷണറി റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനും കൂടെ ഈ ഡാറ്റാസ് യൂസ് ചെയ്യും. അതായത് ഈ മോളിക്യൂൾസ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ഏതിൽ നിന്നൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ യൂസ് ചെയ്തിട്ട് എവല്യൂഷണറി റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ കൂടെ യൂസ് ചെയ്യും. അതായത് മോളിക്കുലാർ ടാക്സോണമി ഈസ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് മോളിക്യൂൾസ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ആൻ ഓർഗാനിസം. അതാണ് മോളിക്കുലാർ ടാക്സോണമി എന്ന് പറയുന്നത്. ഇതിന് യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA-യും RNA-യും ഒക്കെയാണ്. DNA, RNA ഒക്കെയാണ് നമ്മൾ ടാക്സോണമിക് ടൂൾസായിട്ട് മോളിക്കുലാർ ടാക്സോണമിയിൽ യൂസ് ചെയ്യുന്നത്.